അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അറഫ എന്നാൽ അറിഞ്ഞു എന്നാണ് അർത്ഥം. വെറും അറിവല്ല, തിരിച്ചറിവ്. അറഫ എന്നല്ല, അറഫാത്ത് എന്നാണ് വിശുദ്ധ ഖുർആനിൽ പ്രയോഗിച്ചത്. അതെ, ഒന്നല്ല, അനേകം തിരിച്ചറിവുകൾ ലഭിക്കുന്ന ഇടം. ഹജ്ജ് എന്നാൽ അറഫയാണെന്ന് തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസ്താവിച്ചതിൻ്റെ പൊരുൾ അവിടം സംഗമിച്ചവർക്ക് മനസ്സിലാകും. കല്ലുമലകൾ നിറഞ്ഞ മക്കയിൽ ഇങ്ങനെ പ്രവിശാലമായ ഒരിടമുണ്ടെന്നത് നേരിൽ കണ്ടെങ്കിലേ ബോധ്യമാകൂ. മധ്യത്തിൽ പാറക്കൂട്ടങ്ങളുടെ ജബലുർ റഹ്മ, കാരുണ്യം വർഷിക്കുന്ന ഒരു കൊച്ചുമല. അതിൻ്റെ ചെരുവിൽ നിന്നാണ് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീർഘമായി പ്രാർത്ഥിച്ചത്. ദൂരെ നിന്ന് നോക്കിയാൽ പാൽക്കടലായി തോന്നുന്ന അറഫ മഹ്ശറിന്റെ ചെറിയ പതിപ്പാണ്. മനുഷ്യർ ഇഹലോകത്തേക്കാൾ പരലോകത്തേക്ക് അടുത്തു നിൽക്കുന്ന അനിർവചനീയമായ മുഹൂർത്തം. ഒരു പകൽ ധ്യാനത്തിലും പ്രാർത്ഥനയിലും മുഴുകി മറയില്ലാത്ത ആകാശത്തിനു കീഴിൽ നിൽക്കുന്ന മനുഷ്യർ അവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും തിരിച്ചറിയുകയും ചെയ്യും. അടിമകൾ അവൻ്റെ രക്ഷിതാവിനോട് ഏറ്റവും അടുത്തു നിൽക്കുകയും അവരുടെ ആവലാദികളും വേവലാദികളും എണ്ണി എണ്ണി കരയുകയും ചെയ്യുന്ന ആ മണ്ണിൽ വീണ കണ്ണുനീർത്തുള്ളികൾ ബാഷ്പീകരിക്കപ്പെട്ടില്ല എങ്കിൽ ഇന്നവിടം ഒരു തടാകമായേനെ. അറഫയിലാണ് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രപ്രസിദ്ധമായ മനുഷ്യാവകാശ പ്രഖ്യാപനമുണ്ടായത്. മനുഷ്യർ ഒരു മാതാപിതാക്കളുടെ മക്കളാണെന്ന ഏകത്വ പ്രഖ്യാപനം, കറുത്തവനും വെളുത്തവനും അറബിയും അനറബിയും തമ്മിൽ അന്തരമില്ലെന്ന സമത്വ പ്രഖ്യാപനം, സ്ത്രീകളോട് മാന്യമായി വർത്തിക്കണമെന്ന വിമോചന പ്രഖ്യാപനം, പലിശയും ചൂഷണവും നിഷിദ്ധമാണെന്ന ആശ്വാസ പ്രഖ്യാപനം. അറഫയിലെ മഹാസമ്മേളനത്തിൽ നിന്ന് കൊളുത്തിയെടുത്ത സത്യത്തിൻ്റെ ദീപശിഖയേന്തി ലോകമാകെ വെളിച്ചം പ്രസരിപ്പിക്കാൻ വിശ്വാസികൾക്ക് ആഹ്വാനം ലഭിച്ച ഇടം. അറഫയിൽ നിന്ന് ലഭിക്കുന്ന തിരിച്ചറിവുകളെ അവബോധമാക്കി മാറ്റുന്ന മുസ്ദലിഫയിലേക്കാണ് പിന്നീട് ഹാജിമാർ നീങ്ങുന്നത്. രാത്രി മുഴുവൻ അവിടെ മണ്ണിലും കല്ലിലും ഇരുന്നും കിടന്നും ചിന്തയിൽ മുഴുകി അവർ ചിലവഴിക്കുന്നു. മറക്കാത്ത ഒരനുഭവമായിരിക്കും അവർക്കത്. ഹജ്ജ് പഴയ പരുക്കനായ മനുഷ്യനെ കൊന്ന് പുതിയ മൃദുലനായ മനുഷ്യനെ ജനിപ്പിക്കുകയാണ്. അവൻ്റെ മാതാവ് പ്രസവിച്ച ദിനത്തിലേതെന്ന പോലെ നിർമ്മലനായി അവൻ തിരിച്ചു വരുന്നു. വാക്കുകൾ തോറ്റുപോകുന്ന അത്ഭുത പ്രതിഭാസം. അതാണ് ഹജ്ജും ഹജ്ജിലെ അറഫ സംഗമവും. അവിടം പറന്നെത്താൻ കൊതിയാകുന്നു നാഥാ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ.